നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 231 എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സാഹിത്യകാരനും ചലച്ചിത്ര നിർമ്മാതാവും ലിംഗ്വിസ്റ്റിക് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച ഒരു വലിയ വ്യക്തിത്വത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ശ്രീ AD രാജൻ. അദ്ദേഹവുമായി വളരെ കാലത്തെ സൗഹൃദമുണ്ടായിരുന്നു. കാലയവനികയിൽ മറഞ്ഞുപോയെങ്കിലും അദ്ദേഹത്തെ ഓർക്കാത്ത ദിനങ്ങളില്ല എന്ന് വേണം പറയാൻ. കാരണം തമ്പാനൂരിലെ ഞാൻ താമസിച്ച വീടിന് തൊട്ടടുത്തായിട്ടാണ് അദ്ദേഹം കുറേ കാലം താമസിച്ചിരുന്നത്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ ബാലു ഗിരിയത്തിൻ്റെ ബന്ധുവിൻ്റെ വീടാണ് അതെന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു 10 മിനിറ്റ് നടന്നാൽ അവിടെ എത്താം. അപ്പോൾ എൻ്റെ സുഹൃത്തായ ശ്രീ വേണുകുമാറും അദ്ദേഹം ഡോക്യുമെൻ്ററികളും ഫിലിംസും അങ്ങനെ നിരവധി മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിത്വമാണ് ശ്രീ നാനാ വേണുകുമാർ. ഒരുപാട് പുസ്തകങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹവും ഞാനുമായിട്ടാണ് ശ്രീ AD രാജനെ കാണാനായി ചെല്ലുന്നത്. അന്ന് അദ്ദേഹം ലിംഗ്വിസ്റ്റിക് ഡയറക്ടറായിരുന്നു, ഭാഷാവിദഗ്ധനായിരുന്നു. അറിവിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ വിഹരിക്കുമ്പോഴും വളരെ മാന്യമായും സ്നേഹമായും പെരുമാറിയ ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ബ്രീഫും തേടി ഒരു 5-6 ദിവസമായിട്ട് പലരെയും കാണുന്നു. അങ്ങനെ ഞാനിന്ന് പബ്ലിക് ലൈബ്രറിയിൽ പോയി അവിടുത്തെ റെഫറൻസിലൊക്കെ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ 5-6 പുസ്തകങ്ങളുടെ വിശദാംശങ്ങൾ അതിൽ കണ്ടെത്താൻ കഴിഞ്ഞതല്ലാണ്ട് അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ളൊരു ബ്രീഫ് അതിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും വിക്കിപീഡിയയിലും മറ്റും തിരഞ്ഞ് അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അദ്ദേഹം ഇന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ സെക്കൻഡ് എഡിഷൻസ് ഒന്നും അവിടെ വന്നിട്ടില്ല. നോവലുകളും ചെറുകഥകളും നാടകവും ഒക്കെയായിട്ട് കുറേ പുസ്തകങ്ങൾ, നേരികൾ, അരിപ്രാവ്, നിലാവിൻ്റെ പൂക്കൾ, ഒന്നുമല്ലാത്ത ഒന്ന്, അത് ചെറുകഥാ സമാഹാരമാണ്. കടലും നിലാവും, ശരിയും തെറ്റും, കണ്ണാടിച്ചില്ലകൾ തകരുന്നു, കണ്ണാടിച്ചില്ലകൾ തകരുന്നു എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ. അതിനേക്കാൾ ഉപരി കൊലക്കൊമ്പൻ എന്ന ചലച്ചിത്രം അദ്ദേഹം നിർമ്മിക്കുകയും ശശികുമാർ സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്തു. ആ ചിത്രത്തിൻ്റെ വർക്ക് നടക്കുന്ന കാലത്താണ് ഞാൻ അദ്ദേഹത്തെ പോയി കാണുന്നത്. ഞാനും വേണുകുമാറും കൂടി അദ്ദേഹത്തെ പോയി കാണുന്നത്. പല രാവുകളിലും അദ്ദേഹം ആ വീടിൻ്റെ മുന്നിലെ പൊറ്റക്കൊയിൽ കളങ്കളം ഉള്ള നീലക്കൈലിയും ബനീനുമിട്ട് അവിടെ എങ്ങനെ ആ പടിക്കെട്ടിൽ ചാരിയിരിക്കുമ്പോൾ ഞാനും വേണുകുമാറും അവിടെ ചെല്ലുകയും ഞങ്ങൾ ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുകയും സിനിമയെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. കൊലക്കൊമ്പനിൽ നമ്മുടെ മോഹൻലാലും ഒക്കെ അഭിനയിച്ചിരുന്നു. മോഹൻലാലും സോമനും ഒരുപാട് പേർ, നിരവധി പേർ അഭിനയിച്ച ശശികുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ്. ഒരുവിധം തെറ്റില്ലാതെ ഓടി. അപ്പോൾ ആ ചിത്രത്തിൻ്റെ ചിത്രീകരണമെല്ലാം കഴിഞ്ഞ് അദ്ദേഹം വന്നിരിക്കുമ്പോൾ അതിൻ്റെ കഥ രാജൻ സാറിൻ്റെയാണ്. തിരക്കഥ പാപ്പനംകോട് ലക്ഷ്മണനാണ് അത് എഴുതിയിട്ടുള്ളത്. ഒരുവിധം തരക്കേടില്ലാണ്ട് ആ ചിത്രം ഓടുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം വേറൊരു ചിത്രവും പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഞാനിവിടെ പറഞ്ഞു വരുന്നത് എൻ്റെ ഒരു ഡോക്യുമെൻ്ററിക്ക് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തത്
എ ഡി രാജൻ സാറായിരുന്നു. ഒരു രക്തസാക്ഷി കൂടി എന്നുള്ള 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഈസ്റ്റ്മാൻ കളറിൽ നിർമ്മിച്ച ഡോക്ടർ ബാബു ജോർജ് നിർമ്മിച്ച ആ ചിത്രത്തിലെ നായകൻ ഞാനായിരുന്നു. കേരള പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ 6 പ്രിൻ്റ് എടുക്കുകയും ഗ്രാമാന്തരങ്ങളോ കൊണ്ടുചെന്ന് കാണിക്കുകയൊക്കെ ചെയ്തു. സ്ത്രീധനം വാങ്ങരുത്, കൊടുക്കരുത് എന്നുള്ളതായിരുന്നു അതിലെ കണ്ടൻറ്റും ത്രെഡും. അതിൻ്റെ തിരക്കഥ എഴുതിയതും എ ഡി രാജൻ സാറാണ്. ഞങ്ങളുടെ ഷൂട്ട് ഒറ്റ ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അന്ന് അദ്ദേഹം പങ്കെടുക്കുകയും വളരെ സ്നേഹമസൃണമായി പെരുമാറുകയും ചെയ്തു എന്നതാണ് സത്യം. അപ്പോൾ എൻ്റെ കവിതാരചനയും കവിതാ എഴുത്തും കവിതയുടെ പുസ്തകങ്ങളുമൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ആലപ്പുഴയിലെ മുല്ലയ്ക്കലാണ് അദ്ദേഹം ജനിച്ചത്. അഡ്വക്കേറ്റായിരുന്നു, കേരള കൗമുദിയുടെ എഡിറ്ററായിരുന്നു, വീക്ഷണം ദിനപത്രത്തിൻ്റെ എഡിറ്ററുമായിരുന്നു. ആ അവസരത്തിലാണ് എൻ്റെ പ്രസിദ്ധീകരിച്ച 2-3 കവിതാ സമാഹാരങ്ങളും അദ്ദേഹത്തിന് നൽകുന്നത്. അപ്പുവേട്ടനോട് എന്നുള്ളൊരു കവിതാ സമാഹാരവും, ഞാൻ കള്ളനല്ല എന്നാൽ കള്ളനാണ് എന്നുള്ളൊരു കവിതാ സമാഹാരവും, ഞാൻ എഴുതിയ മുന്നിൽ ശുനമാൻ ചക്രവാളം എന്ന തിരക്കഥയും പുസ്തകവും അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇത് വായിച്ചിട്ട് ഈ പുസ്തകത്തെക്കുറിച്ച് ഒരു ബ്രീഫ് വീക്ഷണത്തിൽ വന്നാൽ നന്നായി, അതിനെന്താ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാനത് കൊടുത്തു. മാസങ്ങളൊക്കെ കഴിഞ്ഞു പോയി. മറവിയുടെ വശങ്ങളിലേക്ക് ഞാനും പോയി. അതിനെക്കുറിച്ചിട്ടുള്ള ചിന്തകളും എൻ്റെ മുന്നിൽ നിന്നും വിട്ടു നിൽക്കുമ്പോഴാണ് ഈ പുസ്തകങ്ങളെക്കുറിച്ചിട്ടുള്ള വളരെ വിശദമായ ഒരു കുറിപ്പ് അല്ലെങ്കിൽ വിശദമായിട്ടുള്ള ഒരു പഠനം വീക്ഷണത്തിൽ 1988 സെപ്റ്റംബർ 18 ഞായറാഴ്ച പതിപ്പിൽ വരുന്നത്. ശ്രീജിത്ത് കെ എന്ന ആളാണ് അത് എഴുതിയതെങ്കിലും അതിൻ്റെ മേൽ ഒരു വലിയൊരു കയ്യൊപ്പ് ചാർത്തിയത് ശ്രീ എ ഡി രാജനായിരുന്നു. അതിൽ ഇങ്ങനെയാണ് കുറിക്കപ്പെട്ടത്: ശരവൺ മഹേശ്വരൻ്റെ കവിതകൾ ഛന്ദോബദ്ധമാണെന്ന് പറയുക വയ്യ. അവയ്ക്ക് ക്രാഫ്റ്റിൻ്റെ പൂർണ്ണതയുണ്ടെന്നും നനച്ചുകൂടാ. വരികൾ, ചിന്തകൾ, അതല്ലെങ്കിൽ ഖണ്ഡം, റാൻഡം സെലക്ഷനിലൂടെ അബോധത്തിൽ നിന്ന് ബോധത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ശരവണൻ്റെ കവിതകൾ മിക്കവാറും. അതിനാലാകണം ശരവൺ മഹേശ്വരൻ്റെ കവിതകൾ ഒരു നഗര കവിതയുടെ ഛായ പിന്തുടരുന്നത്. അർബൻ പോയട്രി എന്നൊരു ശാഖ തന്നെ ബെർത്തോൾട്ട് ബ്രഹറ്റിൻ്റെയും ഒക്ടോവിയോ പാസിൻ്റെയും മറ്റും കവിതകൾ അവതരിപ്പിച്ചിരുന്നുവല്ലോ. വിശേഷണങ്ങൾക്കതീതം കിട്ടാത്ത സമയബദ്ധ പ്രപഞ്ചത്തിനുള്ളിൽ വാസ്തവികത മനസ്സിൻ്റെ ഉപരിതലത്തിലെ ഗ്രാമ്യമായ സംവാദമായും അതേസമയം ഉപബോധത്തിൻ്റെ നിരർത്ഥകവും ഗംഭീരവുമായ ഒറ്റ വാക്യങ്ങളുടെയും ലയിച്ചു ചേരുന്ന മൂർത്തത്തിൻ്റെ കവിത. ഇതൊരു വ്യതിയാനമാണ്. സെൻ കവിതകളെപ്പോലെ പ്രത്യക്ഷത്തിൽ അഭംഗിയുളവാക്കുകയും വരികൾക്കിടയിൽ പക്ഷേ സത്യസന്ധമായ ഒരു മനോദർപ്പണം വെളിവാക്കുകയും ചെയ്യുന്നതാണ് ശരവണൻ്റെ കുട്ടിക്കവിതകളിൽ ഭൂരിഭാഗവും. അപ്പുവേട്ടനോട് എന്ന കവിതാ സമാഹാരത്തിൽ ഇത്തരം കവിതകൾ സമൃദ്ധമാണ്. നഭസ് എന്ന കവിത എന്ന കുഞ്ഞിക്കവിതയിൽ കവി ഏകനായി ധ്യാനിക്കുന്നത് കാണാം. സൂര്യാസ്തമയവും ചന്ദ്രോദയവും പാതിരാവും തെളിഞ്ഞുമായുന്ന ആകാശത്തിൻ്റെ അവർണ പ്രതിസീമയും ധ്യാനിച്ചിരിക്കുന്നു കവി. പെട്ടെന്ന് ഓർമ്മപ്പെടുത്തുക
കുഞ്ഞിരാമൻ നായരെയും ഭാഷോ എന്ന ജാപ്പാനീസ് ഹൈക്ക് കവിയെയുമാണ്. രണ്ടുപേരും ജീവിതത്തെ അതായി തന്നെ കാണുകയും അസ്പർശ്യമായ അതിൻ്റെ പൊരുളിനെ ഒരുതരം പൂർവ്വജ്ഞാനത്തിലൂടെ അറിഞ്ഞവരുമായിരുന്നു. സ്വന്തമാക്കാനല്ല, സാഗൂതം നിരീക്ഷിക്കുവാനാണ് രണ്ടുപേരും ശ്രമിച്ചതും പഠിപ്പിച്ചതും. ആ യോഗ പാരമ്പര്യം ശരവണൻ്റെ സൃഷ്ടികളിലുമുണ്ട്. എന്നാൽ ആത്മീയതയും നിഗൂഹത്തെയും മാത്രമാണോ യുവാവിൻ്റെ ചിന്താവിഷയം? അല്ല. ശരവണൻ്റെ കവിതകൾ തൊട്ടാൽ പൊള്ളുന്ന രാഷ്ട്രീയതയുള്ളവയാണ്. പഴഞ്ചൊല്ലുകളെടുത്ത് പുതുചൊല്ലുകളാക്കുന്ന ചില പരിഹാസങ്ങളാണ്. ഇൻക്ലാബ് സിന്ദാബാദ്, നമുക്ക് കിട്ടണം പണം ഇത്യാദി. മരണത്തിൻ്റെ കാലൊച്ചയുമായി കടന്നുവരുന്ന അണ്വായുധ യുദ്ധങ്ങളുടെ ഭീഷണിയിലേക്ക് വിഹുലതയോടെ ഉറ്റുനോക്കുന്ന മനുഷ്യസ്നേഹവും മരണത്തിൻ്റെ കാലൊച്ച എന്ന കവിത. ദുരന്തങ്ങളുടെ രാശിചക്രത്തിൽ പതറിപ്പോകുന്ന കർമ്മഭാവങ്ങളോട് നിസ്സഹായയായി പൊരുത്തപ്പെടുന്ന സാധാരണതയെല്ലാം രാശിക്കാരൻ്റെ കുജൻ 18 എന്ന കവിത ശരവണൻ്റെ കവിതകളെ ആത്മാർത്ഥമാക്കുന്നുണ്ട്. മൊഴി പഠിക്കുന്ന ശിശുവിൻ്റെ മധുരമായ പീൽപ്പിഴികളെ അല്ല കവിതകളുടെ സൗന്ദര്യാത്മകതയ്ക്ക് മമത കാണാനാകും. സൗന്ദര്യാത്മകതയെ കരുതാനാകും. ഞാൻ കള്ളനല്ല, എന്നാൽ കള്ളനാണ് എന്ന കവിതാ സമാഹാരവും ഈ ദൃശ്യധാരണകളാൽ സമൃദ്ധമാണ്. എന്നല്ല, ഈ സമാഹാരത്തിലെ ചില കവിതകൾക്ക് ഒരുതരം ഉന്മാദത്തിൻ്റെ ഛായയുണ്ടെന്നും പറയാം. യാഥാർത്ഥ്യം പിടികിട്ടാത്ത പ്രതിഭാസമായി വഴുതി പോകുമ്പോൾ അസാധാരണതയുടെ അയുക്തികമായ പ്രപഞ്ചം തെളിയുന്നു. ഈ പ്രപഞ്ചത്തിൽ കരടികൾ പറക്കുകയും നീലാകാശ ചുവരിനടിയിൽ പ്രേമഭാജനത്തിനെതിരായ താവളമുണ്ടാക്കുകയും ചെയ്യുന്ന അവാസ്തവിക സ്വപ്നങ്ങൾ, മൂർത്തമായ കൽപ്പനകളിൽ നിന്ന് തുടങ്ങി ശൂന്യതയിൽ അവസാനിക്കുന്ന ചില സ്വപ്നങ്ങൾ, കുട്ടിയൊന്നാണയിൽ ആനുകൂല്യം തുടങ്ങിയ വ്യക്തിവധയും അതേസമയം പ്രചണ്ഡമായ ചില വർത്തമാന സത്യങ്ങൾ ദ്യോതിപ്പിക്കുന്നവയുമാണ് ശരവണൻ്റെ കവിതകൾ. മേൽപ്പറഞ്ഞ രണ്ട് വാദഗതികളാൽ മനുഷ്യസ്നേഹവും സമൂഹത്തോടും ജീവിതത്തോടുമുള്ള ആത്മാർത്ഥതയും പഠനീയമാണ്. അവ ഒരു തലമുറയുടെ ശാപവും കടമയും സ്വപ്നവും വ്യഥകളും ഏറ്റുപറയുന്നു. ആഡംബരങ്ങളും വളച്ചുകെട്ടുമില്ലാതെ ഒരു പച്ച മനുഷ്യൻ്റെ ഭാഷയിൽ. ഇതാണ് അതിൽ പ്രസിദ്ധീകരിച്ച 1988 ഏകദേശം 37 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ കാരണം കവിത എഴുതാൻ കഴിവുള്ളവൻ മറ്റ് ഏത് ശാഖകളിലും വിഹരിക്കാൻ സാധിക്കും. എൻ്റെ ചിന്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, എൻ്റെ എഴുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക. ഓരോ എഴുത്തുകാരൻ്റെയും ഭാവനാ വിലാസങ്ങളാണ് എല്ലാത്തിലും തെളിയുന്നത്. എൻ്റെ ഒരുപാട് കവിതകൾ വീക്ഷണത്തിലും മറ്റു മാഗസിനുകളിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിനൊരു കാരണക്കാരൻ നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടും കൂടെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് ഞാൻ പറയാം. ഇത്രയും ഇവിടെ വിശദമായി പറഞ്ഞത് ഇത് വീക്ഷണം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്ന് ഞാൻ അറിയുന്നില്ല. കുറേ ദിവസം കഴിഞ്ഞ് ഒരു സന്ധ്യയിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ സിനിമയുടെ പിന്നാമ്പുറ കാര്യങ്ങളും സിനിമ ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാലും രാജ് സാർ എനിക്കതിലൊരു ചാൻസ് തന്നില്ലല്ലോ, സംവിധാന സഹായിയായിട്ടെങ്കിലും എന്നെ കൂടെ കൂട്ടാമായിരുന്നു
എന്നുള്ള വിഷമം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്തൊന്ന് നോക്കി ഒന്ന് ചിരിച്ചിട്ട് തോളിൽ തട്ടി പറഞ്ഞു, ശരവണ, എല്ലാം തുടക്കമാണ്. ഇനിയും ഞാൻ ചിത്രങ്ങൾ ചെയ്യും. അന്ന് ഞാൻ ശരവണനെ അതിൽ കൂട്ടാം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ ദിനവും അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ അന്ന് ഞാനിത് പറഞ്ഞ് എൻ്റെ വിഷമം മാറ്റാൻ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, വീക്ഷണത്തിൽ നിങ്ങളുടെ പുസ്തകങ്ങളെക്കുറിച്ചിട്ടൊരു റൈറ്റപ്പ് വന്നിട്ടുണ്ട്, കണ്ടിരുന്നോ? ഞാൻ പറഞ്ഞു, ഇല്ല. അതെങ്ങനെ? ഭാഷാജ്ഞാനമുള്ള പത്രങ്ങൾ വായിക്കണ്ടേ, ഞാനതിൽ എഡിറ്ററായിട്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. വീടിനുള്ളിൽ ചെന്ന് അദ്ദേഹം ആ പത്രം, പ്രസിദ്ധീകരിച്ച ആ പത്രത്തിൻ്റെ ഒരു കോപ്പി എനിക്ക് കൊണ്ടു തന്നു. എന്നിട്ട് ഇത് വായിച്ചു നോക്കൂ, എങ്ങനെയുണ്ട്? എൻ്റെ കയ്യൊപ്പവും അതിൽ പതിച്ചിട്ടുണ്ട് കേട്ടോ. ശ്രീജിത്താണ് എഴുതിയതെങ്കിലും എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ നിഗമനങ്ങളുമാണ് അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങളൊക്കെ എഴുതിയ കാലം കഴിഞ്ഞു. നിങ്ങളൊക്കെ തുടക്കക്കാരല്ലേ, ഇനിയും ഒരുപാട് എഴുതാനും വായിക്കാനും ചിന്തിക്കാനും ഒക്കെ കഴിയുമല്ലോ എന്ന് പറഞ്ഞ് അന്ന് അവിടുന്ന് മടങ്ങി. വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിനെ കാണുകയാണ്. ഭാഷാവിദഗ്ധനായ അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ ഇന്നും തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നാട്യങ്ങൾ ഒന്നുമില്ലാതെ എഴുത്തും നിർമ്മാണവും ഒരു വലിയ പൊസിഷനിലിരിക്കുന്ന ഭാഷാവിദഗ്ധനായ എഴുത്തുകാരനായ ശ്രീ എ ഡി രാജൻ, അദ്ദേഹം കാലത്തിലൂടെ കടന്നുപോയെങ്കിലും ഇന്നും നമ്മൾ ആ എഴുത്തുകാരനെ നമ്മൾ ഓർമ്മിക്കുന്നു. 1965-ലും 68-ലും ഒക്കെ പബ്ലിഷ് ചെയ്ത ഈ പുസ്തകങ്ങൾ പിന്നെ റീപ്രിൻ്റ് ചെയ്തിട്ടില്ലെങ്കിലും അന്വേഷണ കുതികൾക്ക് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ വലുതാണ്. മലയാള സാഹിത്യത്തിൽ ഭാഷയുടെ അവലോകന വേളയിൽ എ ഡി രാജൻ എന്ന എഴുത്തുകാരനും അതോടൊപ്പം തന്നെ ചിത്രങ്ങളുടെ ചലച്ചിത്ര നിർമ്മാതാവും ആയ അദ്ദേഹത്തെ ഓർക്കാതെ ആരെങ്കിലും കടന്നു പോകുമോ എന്ന് സംശയമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും നിങ്ങളോട് പറയാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. ഒരു 6-7 ദിവസത്തെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഈ ഡീറ്റെയിൽസും, അദ്ദേഹം മൊത്തത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് എഴുതിയ കുറിപ്പും എല്ലാം കണ്ടെത്തി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. സ്നേഹത്തിൻ്റെ ഉടവാൾ കൊണ്ടു നടക്കുന്ന ഒരു വലിയ വ്യക്തി. മറക്കാനേ കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും പെരുമാറ്റവും. അത്ര എളിമയുള്ള, അത്ര സ്നേഹസമ്പന്നനായ ഒരു എഴുത്തുകാരനാണ് ശ്രീ എ ഡി രാജൻ. അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.